ഇന്ന് നമുക്ക് മാത്സ് നോക്കാം. എല്ലാവരും പേജ് നമ്പർ 30 എടുക്കുക. ഇതിൽ കണ്ടോ പിക്ചറിൽ മങ്കിയുടെ കയ്യിലും സ്ക്വിറലിൻ്റെ കയ്യിലും മിന്നുൻ്റെയും കിറ്റുൻ്റെയും കയ്യിലൊക്കെ എന്താ? ഹാഡ്സ് അല്ലേ? ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. കുഞ്ഞൻ സ്ക്വിറൽ ആൻഡ് പിങ്കി മങ്കി ടുക്ക് സം ഹാഡ്സ് ആൻഡ് ക്ലൈംബ്ഡ് അപ്പ്. കുഞ്ഞൻ സ്ക്വിറലും, അതായത് സ്ക്വിറലിൻ്റെ പേരെന്താ? കുഞ്ഞൻ. മങ്കിയുടെ പേരെന്താ? പിങ്കി. പിങ്കി എന്ത് ചെയ്തു? പിങ്കി മങ്കിയും കുറച്ച് ഹാഡ്സ് എടുത്തിട്ട് എന്ത് ചെയ്തു? മുകളിലോട്ട് കയറിപ്പോയി. ക്ലൈംബ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കയറിപ്പോവുക. മരത്തിൻ്റെ മുകളിലോട്ട് കയറിപ്പോയി. ഹൗ മെനി ഹാഡ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ക്വിറൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്ക്വിറലിൻ്റെ കയ്യിൽ എത്ര ഹാഡ്സ് ഉണ്ട്? ഹൗ മെനി ഹാഡ്സ് ആർ ദർ വിത്ത് സ്ക്വിറൽ? ദർ ഈസ് എ ഹാറ്റ്. ദർ ഈസ് ഓൺലി വൺ ഹാറ്റ് അല്ലേ? ഒരു ഹാറ്റല്ലേ ഉള്ളൂ ആകെ. അപ്പോൾ 1 എന്ന് നമ്മൾ എഴുതുക. ഇനി ഹൗ മെനി ഹാഡ്സ് ആർ വിത്ത് റാബിറ്റ്? റാബിറ്റിൻ്റെ കയ്യിൽ എത്ര ഹാഡ്സ് ഉണ്ട്? ദർ ആർ 2 ഹാഡ്സ്. 1 ഓൺ ദി റൈറ്റ് ഹാൻഡ്, ദ അതർ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ? 2 ഹാഡ്സ് പിടിച്ചിരിക്കുന്ന നോക്കൂ. ഒന്ന് റൈറ്റ് ഹാൻഡിൽ വലത് കയ്യിലും, ഒന്ന് എവിടെയാ? ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് ഇടത് കയ്യിലും. ഇനി മങ്കിയുടെ കയ്യിൽ എത്ര ഹാഡ്സ് ഉണ്ടെന്ന് നോക്കൂ. ഹൗ മെനി ഹാഡ്സ് ആർ ദർ വിത്ത് മങ്കി? ദർ ആർ 3 ഹാഡ്സ് അല്ലേ? കൗണ്ട് ചെയ്തില്ലേ? 1 ഹാറ്റ് ഓൺ ഇറ്റ്സ് ഹെഡ്. ഒരു ഹാറ്റ് എവിടെയാണ്? അതിൻ്റെ തലയുടെ മുകളിൽ. 1 ഹാറ്റ് ഇൻ ഇറ്റ്സ് ഹാൻഡ്. ഒന്നെവിടെയാ? കയ്യിൽ. ആൻഡ് ദ അതർ ഓൺ ഇറ്റ്സ് ടെയിൽ. മറ്റേത് എവിടെയാ? അതിൻ്റെ വാലിമ്പിൽ. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഹാഡ്സ് വിത്ത് ഡീർ? ഡീറിൻ്റെ കയ്യിൽ എത്ര ഹാഡ്സ് ഉണ്ട്? ദർ ഈസ് ഓൺലി 1 ഹാറ്റ് അല്ലേ? 1 ഹാറ്റ് ഓൺ ഇറ്റ്സ് ഹെഡ്. ഇനി ചോദിച്ചിരിക്കുകയാണ് ഹൗ മെനി ഹാഡ്സ് ഇൻ ദ ബാഗ് നൗ? ഹൗ മെനി ഹാഡ്സ് ഇൻ ദ ബാഗ് നൗ? അപ്പോൾ ബാഗിൽ എത്ര ഹാഡ്സ് ഉണ്ട് നോക്കി നോക്കൂ. ഒന്നുമില്ല അല്ലേ? അപ്പം എന്താണ്? 0. ഒന്നുമില്ല. 0 മീൻസ് ദർ ഈസ് നത്തിങ്. ഒന്നുമില്ല. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എല്ലാം ഇവർ എടുത്തുകൊണ്ട് പോയില്ലേ? അടിച്ചു മാറ്റി എല്ലാവരും ഹാഡ്സ്. അപ്പോൾ 0 മീൻസ് ദർ ഈസ് നത്തിങ്. 0 ZERO 0. പേജ് നമ്പർ 31. സിങ് ആൻഡ് റൈറ്റ്. ഹൗ മെനി മാംഗോസ്? നമുക്ക് പോയൊന്ന് ചൊല്ലി നോക്കാം. The tree in the yard had 5 mangoes, a squirrel bit of one. How many left on the tree? The wind shook down one. How many left on the tree? A crow pecked off one. How many left on the tree? Ammu stoned down one. How many left on the tree? Appu plucked off one. How many left on the tree? Nothing left on the tree now and nothing you know is 0. പോയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്ക് പോയത്തിൽ എന്തോ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദ ട്രീ ഇൻ ദ യാർഡ് ഹാഡ് 5 മാംഗോസ്. അതായത് മുറ്റത്തുള്ള ഒരു മരത്തിൽ 5 മാങ്ങകളുണ്ട്. 5 നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ? ഇനി എന്താ പഠിക്കുക? എ സ്ക്വിറൽ ബിറ്റ് ഓഫ് 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? ഒരു അണ്ണാൻ അതിലത്തെ ഒന്ന് കടിച്ചു. ബാക്കി ഇനി എത്ര ഉണ്ട് മരത്തുമ്പിൽ? 5ൽ നിന്ന് 5ൽ നിന്ന് 1 പോയാൽ എത്രയാ? 4 അല്ലേ? ദ വിൻഡ് ഷൂക്ക് ഡൗൺ 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദി ട്രീ? അതായത് കാറ്റ് ഒന്ന് കുലുക്കി വീഴ്ത്തി. ഇനി ബാക്കി എത്ര ഉണ്ട് അപ്പോൾ ട്രീയിൽ? അതായത് മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് 5 ആയിരുന്നു. ഒന്ന് സ്ക്വിറൽ കടിച്ചു കൊണ്ടുപോയി. ബാക്കി എത്രയായി? 4 ആയി. ഈ 4ൽ നിന്ന് ഒന്ന് വിൻഡ് കുലുക്കി വീഴ്ത്തി. ബാക്കി എത്ര അപ്പോൾ ട്രീയിലുള്ളത്? 4ൽ നിന്ന് 1 പോയാൽ എത്രയാ? 3. ഇനി എന്താ പറഞ്ഞിരിക്കണ? എ ക്രോ പെക്ഡ് ഓഫ് 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദി ട്രീ? അതായത് ഒരു കാക്ക അതിൽ നിന്നൊന്ന് കൊത്തിക്കൊണ്ടുപോയി. ഇനി ബാക്കി എത്ര ഉണ്ട് മരത്തുമ്പിൽ? 3ൽ നിന്ന് 1 പോയാൽ എത്രയാണ് വരിക? 2. അടുത്തത് അമ്മു സ്റ്റോൺ ഡൗൺ 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? അങ്ങനെ അമ്മു ഒന്ന് കല്ലെറിഞ്ഞ് വീഴ്ത്തി. ഇനി ബാക്കി എത്ര ഉണ്ട് മരത്തുമ്പിൽ? 2 മാംഗോസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അമ്മു എറിഞ്ഞ് വീഴ്ത്തി, കല്ലെറിഞ്ഞ് വീഴ്ത്തി. ബാക്കി എത്രയാണ്? 2ൽ നിന്ന് 1 പോയാൽ 1 മാംഗോ. അപ്പു പ്ലക്ഡ് ഓഫ് 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? അപ്പു എന്ത് ചെയ്തു? ഒന്ന്
പറിച്ചെടുത്തു. ബാക്കി എത്ര ഉണ്ടായിരുന്നു ട്രീയിൽ? ആകെ ഒരു മാംഗോ ഉണ്ടായിരുന്നു. അതിലത്തെ ആ ഒരു മാംഗോ അപ്പം എടുത്തുകൊണ്ട് പോയി പ്ലക്ക് ചെയ്തു, പറിച്ചെടുത്തു. ബാക്കി എത്ര ഉണ്ട് അവിടെ? ഒന്നുമില്ല അല്ലേ? നത്തിങ് ലെഫ്റ്റ് ഓൺ ദി ട്രീ നൗ. ഇപ്പോൾ എന്താണ്? ഒന്നുമില്ല ട്രീയിൽ. ആൻഡ് നത്തിങ് യു നോ ഈ സീറോ. നത്തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അതെന്താ? സീറോ. ഇതാണ് പോയം. അപ്പോൾ 5-ൽ നിന്ന് 1 പോയാൽ 4, 4-ൽ നിന്ന് 1 പോയാൽ 3, 3-ൽ നിന്ന് 1 പോയാൽ 2, 2-ൽ നിന്ന് 1 പോയാൽ 1, 1-ൽ നിന്ന് 1 പോയാൽ 0 അല്ലേ? 0, ഒന്നുമില്ല അല്ലേ? പേജ് നമ്പർ 32. Ramunni uncle, the hat seller, came back after washing his face at the stream. He sat down under the tree. പുഴയിൽ മുഖം കഴുകി വന്ന് തൊപ്പി വിൽപ്പനക്കാരനായ രാമുണ്ണി അങ്കിൾ മരത്തിൻ്റെ അടിയിലിരുന്നു. ഹോ മൈ ഹാറ്റ്സ്. രാമുണ്ണി അങ്കിൾ പറയാണ്, അയ്യോ എൻ്റെ ഹാറ്റ്സ് എന്ന് പറയാണ്. നോ ഹാറ്റ്സ് ഇൻ ദ ബാഗ്, സീറോ. എന്നാൽ ഒരു ഹാറ്റ്സും ബാഗിലില്ല. അതിനെന്താ പറയുക? സീറോ. ZERO, സീറോ. രാമുണ്ണി അങ്കിൾ വാസ് വെരി സാഡ്. രാമുണ്ണി അങ്കിളിന് വളരെ വിഷമമായി. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.